രേഷ്മ പി തങ്കച്ചൻ പണത്തിനു വേണ്ടി എന്ത് കളിയും കളിക്കും എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസമായി അസുഖം വെച്ചിട്ട് രേഷ്മ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചികിത്സയ്ക്ക് 2.5 ലക്ഷം ആവും 3 ലക്ഷം ആവും എന്നും പറഞ്ഞും കൊണ്ട് പണ്ട് രാമുവിൻ്റെ കാലത്തുള്ള ബില്ലുകൾ പറക്കി വെച്ചും കൊണ്ടാണ് കളിക്കുന്നത്. ഇപ്പം എന്താ ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചൻ്റെ ചേച്ചി ഇത്ര രൂപയായി, ഇതിൻ്റെ ബില്ലാണ്. ഈ ബില്ലിൻ്റെ വിഷയം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. കള്ളത്തരം പറയുന്നത് കൊണ്ടാണ് അത്. ഒന്നീ സത്യാവസ്ഥയായിരിക്കണം, പിന്നെ എന്നിട്ട് സത്യാവസ്ഥ അല്ലാത്ത കാര്യത്തിന് ജനങ്ങളടുത്ത് പിച്ച യാചിക്കും കണക്ക് വന്നിരുന്ന് യാചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ റിയാക്ട് ചെയ്യുന്നത്. രേഷ്മ പി തങ്കച്ചന് പിച്ച തെണ്ടേണ്ട ഒരു കാര്യവും ഇല്ല. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ 500 സബ്സ്ക്രൈബ് ആയ സമയത്ത് തന്നെ കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞതാണ് 3 ലക്ഷം കിട്ടിയെന്ന്. അപ്പോഴേ 500 അല്ല 1000 അല്ല 2000 അല്ല 3000 അല്ല, അങ്ങനെ സബ്സ്ക്രൈബ് കയറിപ്പോയി. അപ്പം എന്തുമാത്രം പണം രേണു ഉണ്ടാക്കി, കോടികൾ രേണു സമ്പാദിച്ചു. എന്നിട്ട് പിന്നെ എന്തിനാണ് ഒരസുഖത്തിൻ്റെ കാര്യവും പറഞ്ഞ് പിച്ചതെണ്ടുന്നത്? പിന്നെ അപ്പോൾ ഒന്നുമില്ലാത്ത ആളുകൾ എന്താണ് ചെയ്യണത്? സാധാരണ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ പണം അങ്ങനെ ചിലവാകില്ല. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാരും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. അതുപോലെ റേഷൻ കാർഡ് വെച്ചിട്ട് BPL, അതുപോലെ മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞാൽ വട്ടിൻ്റെ കാർഡല്ല, അല്ലാത്ത റേഷൻ കാർഡ്, BPL താഴ്ന്ന കാർഡ്. രേണു പറയുന്നുണ്ടായിരുന്നു BPL താഴ്ന്ന കാർഡാണ് രേണുവിനെന്ന്. അതെന്തോ ഇതിൽ കൊടുത്തതാണെന്ന് നമുക്കറിഞ്ഞൂടാ. കാറുണ്ട്, വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. 3 ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന രേണുവിന് മഞ്ഞക്കാർഡ് കൊടുത്ത്, വട്ടിൻ്റെ കാർഡല്ല ഒന്നുകൂടെ പറയാണ്, അല്ലാതെ ദാരിദ്ര്യരേഖയ്ക്ക് താഴ്ന്ന എന്തോ ഇതിനാണ് ആ മഞ്ഞക്കാർഡ് കൊടുക്കുന്നത്. റേഷൻ കാർഡാണ് കേട്ടോ. അപ്പോൾ ആ കാർഡാണെന്ന് രേണു പറയുന്നുണ്ട്. രേണുവിന് 30 കിലോ അരിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് രേണു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകാർക്ക് വേണമെങ്കിൽ ആ കാർഡ് വെച്ചിട്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വന്നിരുന്നും കൊണ്ട് ഈ പണത്തിന് വേണ്ടി ജനങ്ങളടുത്ത് ചോദിക്കണമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എത്ര പണം കിട്ടിയാലും തികയാതെ കിടക്കുന്ന രേഷ്മ പി തങ്കച്ചനും ചേച്ചി രമ്യയും തങ്കപ്പൻ ചേട്ടനും തങ്കപ്പി ചേച്ചിയും എല്ലാവരെയും കുറിച്ച് പറയണം. അതിൻ്റെ ബില്ലാണ് നമ്മളെ രമ്മ ചേച്ചി കാണിക്കുന്നുണ്ട്. ബില്ല് കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഒരു ഇഞ്ചക്ഷൻ്റെ ഇതിന് വേണ്ടി 2 ലക്ഷത്തി സംതിങ് ആവും. പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണെന്നും പറഞ്ഞ് ഒരു ബില്ല് കാണിക്കുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട, നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അവിടെ 5 പൈസ പോലും ചിലവാകൂല. കാര്യം ഇത് ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ ഉണ്ടെങ്കിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ 5 പൈസ പോലും അവിടെ ചിലവാകൂല. അഥവാ കാരുണ്യ ചെന്ന് കഴിഞ്ഞാലും തുച്ഛമായ പൈസ ആവുകയുള്ളൂ. എന്നിട്ടാണ് നിങ്ങൾ ഈ 2 ലക്ഷവും 3 ലക്ഷവും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ബില്ല് ഡേറ്റ് വ്യത്യാസം 2020 21 കണ്ട ഉള്ള ബില്ല് എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. ഏതോ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെ കാലത്ത് പണ്ട് ആർക്കോ സുഖമില്ലാതായ ബില്ല് എടുത്തുകൊണ്ട് വന്നിട്ട് രേഷ്മ പി തങ്കച്ചൻ്റെ ബില്ലെന്നും പറഞ്ഞ് 2.5 ലക്ഷവും 3 ലക്ഷവും കാണിക്കുന്നു. രമ്യ ചേച്ചിയെ, ഇതെന്താണ്? ജനങ്ങളെ പറ്റിക്കല്ലേ ഇങ്ങനെ? നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ നേരായ മാർഗത്തിൽ നിങ്ങൾ ചോദിക്കുക ആളുകളുടെ അടുത്ത്. തികയുന്നില്ല എങ്കിൽ എത്രയോ പേരുണ്ട് പണമൊന്നും ഇല്ലാതെ ഓരോ അസുഖങ്ങൾ വന്ന് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അവരാരും ഇതുപോലെ തെണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ പണ്ടത്തെ ബില്ലാണ് 2020 21 ബില്ല് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 1 രൂപ പോലും ആവൂല. അതുപോലെ ഈ റേഷൻ കാർഡിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്.
പിന്നെ കാരുണ്യയിലൊന്നും പൈസ ഒന്നും ചിലവാകില്ല. എല്ലാം ഗുളിക അവിടെ നിന്ന് മരുന്നായിരുന്നാലും ഫ്രീ ആണ്. ശക്കലോങ്ങാനൊക്കെ ആവുള്ളൂ. ഇതിൽ നിന്നും മനസ്സിലായത് രേണുവിനും തങ്കപ്പൻ ചേട്ടനും തങ്കമ്മ ചേച്ചിക്കും രമ്യ ചേച്ചിക്കും ഒന്നും എത്ര പണം കിട്ടിയാലും തികയുന്നില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരെയും കൊണ്ടുവാ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ കൊണ്ട് മറുകണ്ടം ചാടണം. അച്ഛൻ ഇവിടെ നിന്ന് തത്തോന്നും പറഞ്ഞ് അങ്ങോട്ട് ചാടും, അപ്പുറത്തുനിന്ന് പൊത്തോന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചാടും. മൊത്തത്തിൽ തത്തിക്കളി തന്നെ. അപ്പം നമുക്ക് അച്ഛൻ്റെ മറുകണ്ട ചാട്ടം കാണാം. 100% എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ്. കേട്ടാ തങ്കപ്പൻ ചേട്ടാ, ഇത് വേറെ ആരുമല്ല പറഞ്ഞ, നമ്മുടെ അച്ഛനാണ് പറയണ. തങ്കപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്ന് വടയും ചായയൊക്കെ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് കിടക്കണ നമ്മുടെ അച്ഛനാണ് പറയണ, വേറെ ആരുമല്ല. തങ്കപ്പ ചേട്ടനെ കൊണ്ടും രേണുവിനെ കൊണ്ടുമാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ കേട്ടല്ലോ. എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് മറുകണ്ടം ചാടി. നേരത്തെ പറഞ്ഞ തങ്കപ്പൻ ചേട്ടനെ പറ്റിയും രേഷ്മ പി തങ്കപ്പൻ്റെ കാര്യമാണ് പറഞ്ഞത്. തങ്കച്ചനാണ് തങ്കച്ചി. ഇപ്പം നേരെ തിരിഞ്ഞ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം എന്തേരി പോലീസ് തൃക്കൂണിത്തറേ എന്തരാ ഒരു ഈ തറയെ പറ്റി തന്നെ കേട്ടിട്ടുള്ള തൃപ്പൂണിത്തറ എന്തരാ തറ പോലീസ് എന്ന് പറയുന്നു. ഇതൊക്കെ രേഷ്മ പി തങ്കച്ചൻ്റെ കസ്റ്റഡിയിലിരിക്കണ സ്റ്റേഷൻ പരിധിയൊക്കെയാണ് തൃക്കൂണിത്തുറയൊക്കെ. അവർ പറയണതാണ് കാര്യം. അവർ പറയും കണക്കൊക്കെ നമ്മളെ പോലീസ് ഏമാമാര് കേൾക്കുള്ളൂ. രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. അതൊക്കെ ചുമ്മാ നാക്കെടുത്ത അച്ഛൻ കള്ളത്തരേ പറയുള്ളൂ. പണ്ട് കുഞ്ഞുനാളിലേ കിച്ചുവിനെ പോലീസ് പിടിച്ച കാര്യമാണ് പറഞ്ഞ. കിച്ചുവിനെ 2 കൂട്ടുകാരന്മാരെയും പോലീസ് പിടിച്ച കാര്യമാണ് പറയണ. അവരെന്തോ ഫംഗ്ഷനാകണ്ട പോയിട്ട് ഒന്നീ ഹെൽമെറ്റ് വെക്കാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ബൈക്ക് പിടിച്ച് പെറ്റി കേസാണ് പിടിച്ചോണ്ട് പോയ കാര്യമാണ് ഈ അച്ഛൻ പറയണ. വന്നിരുന്ന് തള്ളണത് അവരെ വീട്ടിലറിയിച്ച് എന്നിട്ട് എന്നെ അറിയിച്ച് ചുമ്മാ ഇത് ആരെങ്കിലുമൊക്കെ പറയണ കേട്ടും കൊണ്ടാണ് ഈ അച്ഛൻ ഇരുന്ന് തള്ളണത്. ഇങ്ങനെ തള്ളല്ലേ അച്ഛ, ഒറ്റ അടിക്കും, ഒറ്റ തള്ളിനങ്ങ് തള്ളിയിടും. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടല്ലേ എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ എങ്ങനെയുള്ള കാര്യമാണ്. ബൈക്കും കാറും ഒക്കെ പിടിച്ചിടുന്ന സ്വാഭാവികമാണ്. അത് അറിയാൻ വയ്യാത്ത കാലത്തല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനിപ്പോഴും ഇരുന്ന് അച്ഛൻ തെവിട്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് തെവിട്ടാല് തന്നെ. രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അതിന് പേടിയാണ് അങ്ങോട്ട് പോവാൻ. തൃക്കൂണിത്തുറയിലെ പോലീസന്മാരെടുത്ത് രേണുവിൻ്റെ ആൾക്കാരല്ലേ അവിടെ ആ പോലീസന്മാർ. അതുകൊണ്ടായിരിക്കും തൃപ്പൂണിത്തുറയൊക്കെ പോലീസന്മാരെ കിച്ചുവിന് പേടി. രേണുവിൻ്റെ പക്ഷം ചേർന്ന് നിന്നും കൊണ്ട് തൃക്കൂണിത്തുറയൊക്കെ വല്ല പറയണമെങ്കിൽ അന്ന് പേടിച്ചിട്ടായിരിക്കും അവൻ പോവാത്ത. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. തൃക്കൂണിത്താനമാണ്. അച്ഛനും അതിലൊരു പങ്കുണ്ട്. ഈ തൃക്കൂണിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് അച്ഛനും നല്ല പങ്കുണ്ട്. അപ്പം അച്ഛനെ കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് രേണു. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നേ. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല? അതിന് അച്ഛന് ഇത്ര സങ്കടം എന്ത്? അവന് തോന്നുമ്പോ പോയി എടുക്കും. അതിന് അച്ഛന് വെപ്രാളം എന്ത്? വീണ്ടും എന്തോ അടുത്ത കേസിൽ അവനെ കുരുക്കാനുള്ള പ്ലാനാണ് അച്ഛൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നച്ചോ, അച്ഛൻ്റെ കാര്യം നോക്കിയാൽ പോരെ? അച്ഛൻ അവിടെ പോയി വീണ്ടും കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വരിക. പിന്നെ എന്തിനാണ് ഈ കിച്ചുവിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അച്ഛൻ പോണത്?
പിന്നെ അച്ഛൻ മറുകണ്ഠം വീണ്ടും ചാടി. കിച്ചുവിന് ഇത്രയും നാൾ മോശം പറഞ്ഞ് രാഹുൽ ദാസാണ്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെ അവൻ്റെ കാര്യം എന്തൊക്കെയോ, കിച്ചുവിൻ്റെ കാര്യം ആരോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അതും കേട്ടിട്ടാണ് ഈ അച്ഛൻ തുള്ളിയത്. അങ്ങനെ അച്ഛൻ ചാടി തവള ചാടും പോലെ അച്ഛൻ മറുകണ്ഠം ചാടി അച്ഛൻ്റെ അടുത്ത ഇത് വന്നിട്ടുണ്ട്. കിച്ചുവിനെ നല്ലതാക്കിക്കൊണ്ട് അച്ഛൻ്റെ ചാട്ടം കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ കണ്ടന്റുകൾ ആവശ്യമായിട്ടുണ്ട്, അവരത് ചെയ്യുന്നു. എനിക്കതിന് വിരോധമില്ല. അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ. അതാണ് ഈ അച്ഛമായി തോന്നണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണത്. ആദ്യം രേണുവിനെയും ബിഗ് ബോസിൽ പോയ സമയത്ത് എന്തെല്ലാം അച്ഛോ പറഞ്ഞത് അതൊക്കെ മറന്നുപോയാ. രേണു വന്ന അച്ഛനെ പറഞ്ഞത് അതിനെക്കാട്ടിയും കഷ്ടം. ബിഷപ്പാമ്പെന്നും വിളിച്ച് അച്ഛനെ രേണു, മൊത്തത്തിൽ കുഴപ്പം തന്നെയല്ലേ ഇത്. അച്ഛൻ രേണുവിനെ പറഞ്ഞത്, തിരിച്ച് രേണു അച്ഛനെ പറഞ്ഞത്, അച്ഛൻ തങ്കപ്പൻ ചേട്ടനെ പറഞ്ഞത്, ഇതൊക്കെ എന്തിനാ ഈ അച്ഛൻ ഇതൊന്നും മനസ്സിലാവണില്ലേ, ഓർമ്മ നിൽക്കണില്ലേ എന്തോ. അവരുടെ ജോലിയുടെ ഭാഗം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. കമന്റ് എഴുതുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ള പോലെ കമന്റുകൾ എഴുതുക, നെഗറ്റീവും പോസിറ്റീവും എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് അച്ഛൻ്റെ നാക്ക് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം പറയണത്. അച്ഛൻ്റെ നാക്ക് ശരിയല്ലെന്ന്, അതുകൊണ്ടാണ് അച്ഛൻ മറുകണ്ഠം ചാടി നിൽക്കണത്. പുൽച്ചാടി എന്തേലും ഒരു പാട്ടുണ്ടല്ലോ, അതൊന്നും വേണ്ട. സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതിന് എനിക്കെതിരില്ല. യാതൊരു വിവാദത്തിൽ പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദങ്ങൾക്ക് തിരികൊളുത്തുവാനോ വിവാദങ്ങൾ അവസാനിക്കണമെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല. അപ്പം മുമ്പ് അച്ഛൻ പറഞ്ഞതാ, ഈ ഇടയ്ക്ക് വന്നിരുന്ന് അച്ഛൻ എന്തൊരു മെയിൻ സ്ട്രീം മീഡിയ, എന്തരാ ഉണ്ടറണ്ട മീഡിയക്കൊക്കെ അച്ഛൻ ഇൻ്റർവ്യൂ കൊടുത്തത് അവരെ വിളിച്ച് കൊണ്ടുവന്ന് ഒരു ചാനലെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ആളാണ്. മീഡിയയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് രേണുവിന് പറയാനുള്ള തെണ്ടിത്തരങ്ങൾ അത്രയും രേണു പറയും. പിന്നെ അച്ഛൻ്റെ അടുത്തും കൂടെ പറയും, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണം, കിച്ചുവിനെ പറ്റി മോശം രീതിക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് അവരുടെ അടുത്ത് ഇന്ന ക്വസ്റ്റ്യങ്ങൾ ചോദിക്കണമെന്ന് എല്ലാ രേണുവിൻ്റെ രമ്യമ്മ ചേച്ചിയും തങ്കപ്പൻ ചേട്ടനും തങ്കമ്മ ചേച്ചിയും എല്ലാവരും കൂടെ അല്ലേ പറഞ്ഞു തരണം. കേട്ടോണ്ട് ആ മീഡിയ അങ്ങനെയല്ലേ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കും. പറയാം. അപ്പം അച്ഛൻ്റെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം കേട്ടോ. സ്നേഹം മാത്രമേ ഉള്ളൂ. രാഹുൽ ദാസിനോടും യാതൊരു വിധമായ ശത്രുതയോ ദേഷ്യമോ ഇല്ല. ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അച്ഛനാണ് തിരി കൊളുത്തണത്. തിരി കൊളുത്തി ഇട്ട് കൊടുക്കണത് രേണുവിൻ്റെ കുടുംബം. അച്ഛൻ്റെ അടുത്ത് പറയും, ഇങ്ങോട്ട് വിളിച്ചിട്ട് കിച്ചു മോശക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എരികേറ്റും. അച്ഛൻ ഇത് അങ്ങോട്ട് മീഡിയയുടെ മുന്നിൽ ചെന്നിന്ന് പറയും. എന്നിട്ട് അച്ഛനെ ആളുകൾ അങ്ങോട്ട് കമൻ്റ് ഇട്ട് കിച്ചുവിൻ്റെ വശം ചേർന്ന്, കിച്ചുവിനെ പറയുമ്പോൾ ആർക്കായാലും സഹിക്കൂല. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ്. രേണു എടുത്ത് വളർത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ഒരുപാട് ആ മോനെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആഹാരം പോലും കൊടുക്കാതെ റൂമിനകത്ത് അടച്ചിട്ട് ആഹാരം കൊടുക്കാതെ അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ വെറും മോശമായ രീതിക്ക് രേണു പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് പിന്നെ അവസാനം രേണു എന്തൊക്കെയോ സംഭവിച്ചു, എനിക്കും കിച്ചുവിനും അറിയാമെന്നുള്ള ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ. രേണു പറയാൻ പോണോ വേറെ ഒന്നുമല്ല, കിച്ചു രേണുവിനെ കയറി പിടിച്ചെന്നുള്ളതാണ് രേണു പറയാൻ വന്നത്. അങ്ങനെ ആയിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. ഇതായിരിക്കും എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് അച്ഛൻ അങ്ങോട്ട് അച്ഛന് തിളച്ചങ്ങോട്ട് കയറി. എൻ്റെ പൊന്നച്ചോ, രേണു പറയണ ആരെങ്കിലും വിശ്വസിക്കുക? രമ്യയും തങ്കപ്പനൊക്കെ പറയണ കള്ളത്തരമാണ്, ഒന്നും ശരിയല്ല. എല്ലാം പച്ച നുണയാണ് പറഞ്ഞത്. ഇപ്പം തന്നെ കണ്ടില്ലേ, മരുന്നിന് 5 പൈസ പോലും ചിലവാവാത്ത 2.5 ലക്ഷം ബില്ലെടുത്ത് വെച്ചിട്ട് പണ്ട് രാമുവിൻ്റെ കാലത്ത് ആർക്കോ ചികിത്സിച്ചതിൻ്റെ എവിടെയോ പോയി ബില്ലുണ്ടാക്കി കൊണ്ടുവന്ന് അതിനെയും പൊക്കി കാണിച്ചിട്ട് പറയുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ മരുന്നെന്ന്. നമുക്കറിയാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അങ്ങനെ പൈസ ആവൂലെന്ന് കേട്ടാ. ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. തന്നെ ചേർത്ത് നിർത്തിയതാണ് അച്ഛൻ. കഴിഞ്ഞതിന് ഇൻ്റർവ്യൂവിൽ വന്നിരുന്നും കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കണുണ്ടല്ലോ, രേണുവിൻ്റെ വീട്ടുകാരെ കൂടെ ചേർന്ന് നിന്നും കൊണ്ട് ആ കിച്ചു എന്ന് പറയുന്ന ആ പാവം മകനെതിരെ അച്ഛൻ പറഞ്ഞ വാക്കെന്തോന്നാണ്, എടാ നീ അങ്ങനെ ചെയ്തില്ലേ, പറയാൻ കൊള്ളാത്തതാണ്, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞില്ലേ. ഇപ്പം എന്താ അച്ഛൻ വീണ്ടും ചാടിക്കളിക്കണത്? ഇപ്പം പറയുന്ന രാഹുൽ ദാസ് നല്ലതാണെന്ന്, രാഹുൽ സുധി നല്ലതാണ്.
പറഞ്ഞു രേണു എന്നോട് കരഞ്ഞ ദിവസം രേണു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, സായി ദയവ് ചെയ്തിട്ട് കിച്ചുവിനോട് സംസാരിക്കാം. ഈ ഫോൺ വെച്ച ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. ഓക്കെ, ഇത് എനിക്ക് ഒന്ന് വീഡിയോയിൽ പറഞ്ഞില്ല. അതുകൊണ്ട് കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചു ആദ്യം പറഞ്ഞു, സായി ബ്രോ ഞാൻ അമ്മേനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഫോണിൽ അമ്മ രേണുവിൻ്റെ അസുഖം അറിഞ്ഞ ആ സമയത്ത് തന്നെ പോസ്റ്റ് കണ്ട ഉടനെ കിച്ചു രേണുവിനെ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ എടുത്തത് ആരാണ്? ആ രമ്യ എന്ന് പറയുന്ന ആ സാധനം രേണുവിൻ്റെ ചേച്ചിയാണ് എടുത്തത്. ചേച്ചി എടുത്തിട്ട് കിച്ചുവിനെ എന്തൊക്കെയോ പറയണ്, കിച്ചുവിനെ വഴക്ക് പറയാണ് ചെയ്തത്. അതൊന്നും എന്തുകൊണ്ട് ഈ സ്ത്രീ അവിടെ വെളിപ്പെടുത്താത്തത്? എന്ത് കാര്യമുണ്ടെങ്കിലും രേണു വന്നിന്നും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കുലുക്കക്കവും ഒരേ ആക്ഷൻ കാണിച്ച് പണം ചോദിക്കുമല്ലോ. അപ്പം എന്തുകൊണ്ട് ഈ മകൻ വിളിച്ച കാര്യം എന്തുകൊണ്ട് പറയാത്തത്? ഇപ്പം മനഃപൂർവ്വം ജനങ്ങളിലേക്ക് കിച്ചുവിനെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്? കിട്ടിയില്ല. ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോദിച്ചു പോയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വീട്ടിൽ പോയി കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. എന്തോ വോയിസ് മെസ്സേജ് കിച്ചു ഇട്ട കാര്യമാണ് പറയണത്. കിച്ചുവിന് വിഷമമായ രീതിക്ക് രേണുവിൻ്റെ ചേച്ചി സംസാരിച്ചു. ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ മോനെ ഇഞ്ഞി വാ എന്ന് പറയണം. വീട്ടിലോട്ട് വരണ കാര്യമായിരിക്കും ഈ അസുഖം അറിഞ്ഞുകൊണ്ട്. അതിനെ മോശമായ രീതിക്ക് ആ സ്ത്രീ പറഞ്ഞു. പിന്നെ അവന് വിഷമം വരൂലേ? അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ചില ഇഷ്യൂസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, ഇവിടെ ആണെങ്കിലും പ്രശ്നം ഉള്ള ദിവസം പറയാം, ആ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ആളും കൂട്ടി പോവാം. ഇത് ഇന്നോട് കിച്ചു ആ തുടക്ക സമയത്ത് പറഞ്ഞു. ഈ ചെക്കൻ പോയില്ല, അതും കണ്ടില്ല. അപ്പോൾ ചെക്കൻ പോവാത്തതല്ല. ആ കുട്ടി അറിഞ്ഞ ഉടനെ തന്നെ, മറ്റേ സ്ത്രീയാണ് ഫോൺ എടുത്തത്, അറിഞ്ഞ ഉടനെ തന്നെ വിളിച്ചു. ആ സ്ത്രീ എടുത്തിട്ട് ആ സ്ത്രീ നല്ല വാക്കൊന്നും ആയിരിക്കൂല പറഞ്ഞത്. പിന്നെ യമൻ പോവാത്തതൊന്നുമല്ല. അതിനിടയിൽ വെച്ചിട്ട് തന്നെ ജനങ്ങൾ കയറി ഇതിനെ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങി ആ മകനാ. എന്നിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല, കേൾക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ വരാമെന്ന് പറഞ്ഞെങ്കിലും ആ മോൻ വന്നല്ലോ. വന്ന സമയത്താ അത് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകണ്ടെന്ന് അതിനെ വിലക്കി. അതിനെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ സമ്മതിച്ചില്ല. എത്രയോ പേര് ഹോസ്പിറ്റലും അവിടെ എവിടെയും പോണു. അതുപോലെ രേണുവിനെ കാണാൻ എന്തുമാത്രം ആളുകളാണ് രേണു വിളിച്ച് വീട്ടിൽ വരുത്തുന്നത്. പിന്നെ ഈ ഒരു മോൻ വരുമ്പോൾ മാത്രം എന്താണ് രേണുവിന് ഇത്ര വാശി കയറാൻ കാര്യം എന്താണ്? ഈ രേണു ഇതൊന്നും അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ല എന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ. ചിലപ്പോൾ അതിൻ്റെ സങ്കടത്തിലൊക്കെ അവർ പറയാം. പിന്നെ അതിലൊരു മിസ്റ്റേക്കും പറ്റിയെന്ന് വെച്ചാൽ രേണു കീമോൻ്റെ മുന്നെയാണ് കിച്ചുവിനെ കാണുന്നുള്ള വീഡിയോ ഇട്ടത്. കീമോ കഴിഞ്ഞിട്ടാണ് ഇന്നോട് സംസാരിക്കുന്നത്. അപ്പം മകൻ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് രേണുവിന് അപ്പോഴാണ് മനസ്സിലാവുക. ഈ മുന്നേ വീട് എന്നിട്ട് മകൻ വിളിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും രേണു വന്നിരുന്നും കൊണ്ട് കിച്ചുവിനെ മോശക്കാരനാക്കിയല്ലേ ജനങ്ങളിൽ ഇട്ട് കൊടുത്തത്. അപ്പം രേണുവിന് വേണ്ടത് കിച്ചുവിനെ മോശക്കാരനാക്കിയിട്ട് രേണുവിനെ അവിടെ നല്ലതാക്കി എടുക്കണം. രേണുവിനെ അറിയില്ല, പുറത്ത് വന്നത് ഈ വീഡിയോ. അപ്പോൾ കിച്ചുവിനോട് ഓൾറെഡി ഇത് കൺവേഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. അവൻ തന്നെ ഒന്ന് പറഞ്ഞു വീഡിയോയുടെ പ്രശ്നമുണ്ട്, വിഷയങ്ങളുണ്ട്. ഇത് തീർക്കാനല്ല ആരെങ്കിലും നോക്കണ്ടേ? അത് പിന്നെ എങ്ങനെയാണ് തീർക്കാൻ നോക്കണത്? അമ്മയും മകനും തമ്മിലുള്ള വിഷയം രേണു തന്നെ പിറകോട്ടുള്ള കുറേ എണ്ണത്തിനെ അങ്ങോട്ട് നിർത്തിയിട്ട് ശാരികയും അതുപോലെ കുറേ എണ്ണത്തിന് സജീന, ശാരിക ഇങ്ങനെയുള്ള കുറേ എണ്ണം കയറുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അവരെ കുടുംബത്തിലുള്ള അവർ രണ്ടുപേരെയും പ്രശ്നം അവിടെ അങ്ങ് തീർക്കാനുള്ളതിന് ബാക്കിയുള്ളവരെ ഇതിൻ്റെ ഇടയിലോട്ട് പിടിച്ചിട്ടിട്ട് ആ മോനെ എന്തൊക്കെയാണ് പറയണത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അച്ഛനെ കൂടെ കൊണ്ടുവന്നു. അത് സായി പറയുന്നുണ്ട് അച്ഛനെ ചാട്ടവാറിന് അടിക്കണമെന്ന്. അയാൾ അങ്ങും ചാടി ഇങ്ങും ചാടി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് നിങ്ങളെല്ലാവരും കണക്ക് തന്നെ. ഈ സായിയും സിയും എല്ലാവരും കണക്ക് തന്നെ. ഒരു എന്തര AC അങ്ങാണ്ട് ഇപ്പോൾ മേടിച്ച് രേണുവിന് കൊടുത്തെന്നും പറഞ്ഞും കൊണ്ട് സായി അവിടെ കിടന്നങ്ങോട്ട് ഇതാവുന്നുണ്ട്. അമ്മയും മകനും കൂടി പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ആ മകനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചത് രേണു തന്നെയാണ്. കറച്ചട്ടി ശാരികയും അതുപോലെ ജാസിയെയും മറ്റുള്ള ഏതൊക്കെയോ കുറേ എണ്ണത്തിന് അലുബിലീസുകളെ കൊണ്ടുവന്ന് ആ മോനെ വേറുമില്ല അങ്ങേയറ്റത്തെ രീതിക്ക് മോശക്കാരനാക്കി ജനങ്ങളെ മുന്നിൽ ഇട്ടുകൊടുത്തത് രേണുവിൻ്റെ കുടുംബവും മാത്രമാണ്. അത് തന്നെ.